ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ റിയൽമിയുടെ യൂത്ത് ട്രൂ വയർലെസ് ഇയർബഡ്സിൻ്റെ വിശേഷങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ഇതൊരു കിഡിലൻ, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു കിഡിലൻ ഇയർബഡ്സ് ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ ചാർജിങ് ബോക്സിലേക്ക് വരികയാണെങ്കിൽ നീളം കൂട്ടി വീതി കുറച്ചിട്ടുള്ള ഒരു ബോക്സാണ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിലൊക്കെ എളുപ്പത്തിൽ ഇത് കൊണ്ടു നടക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഇതിൻ്റെ ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ, മുകൾ ഭാഗത്ത് റിയൽമിയുടെ ഒരു ബാൻഡിങ്ങും, അതുപോലെ തന്നെ ഇതിൻ്റെ പിറകുവശത്ത് ഒരു USB പോർട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇയർബഡ്സ് പുറത്തെടുക്കാം. സാധാരണ റിയൽമിയുടെ ആ ഒരു കോംബോ കളറായ യെല്ലോ ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഇയർബഡ്സും അതുപോലെ തന്നെ ബോക്സും വരുന്നത്. ഇനി ഇതിൻ്റെ ഇയർബഡ്സിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ ഇയർബഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ ഒതുങ്ങി നിന്നോളും. ഒരുപാട് പ്രത്യേകതകളില്ല ബഡ്സാണ് റിയൽമിയുടെ യൂത്ത് ട്രൂ വയർലെസ് ഇയർബഡ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലൂടൂത്ത് 5.0ലാണ് ഈ ഒരു ബഡ്സ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോണും അതുപോലെ തന്നെ ബഡ്സും തമ്മിൽ 10 മീറ്റർ അകലത്തിൽ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് കഴിയും. ഒരു ഇയർബഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് 5 ഹവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കേൾക്കാനും, അതുപോലെ തന്നെ 2 ഇയർബഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് 3 ഹവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കേൾക്കാനായിട്ടും കഴിയും. അതുപോലെ തന്നെ നമുക്ക് 5 ഹവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യാനായിട്ടും ഈ ഒരു ബഡ്സിൽ നിന്ന് കഴിയും. ഒറ്റ ചാർജിൽ 300 ഹവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാതെ കൊണ്ടു നടക്കാനായിട്ട് കഴിയും. 300 ഹവേഴ്സ് എന്ന് പറയുമ്പോൾ 12 ദിവസത്തിലധികം നമുക്ക് യൂസ് ചെയ്യാതെ ഇത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. 2 രീതിയിൽ നമുക്ക് ഈ ഒരു ബഡ്സ് ചാർജ് ചെയ്യാനായിട്ട് കഴിയും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ ബോക്സിൽ ബഡ്സ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സും നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വരികയാണെങ്കിൽ 3.7 വാട്ടിൻ്റെ 50 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് ബോക്സിൽ 500 mAhൻ്റെ ബാറ്ററി ഉണ്ട്. നമുക്ക് ഇത് രണ്ടും ഓരോരോ മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആക്കാനായിട്ടും കഴിയും. അതുപോലെ തന്നെ CVC 6.0 നോയിസ് ക്യാൻസലേഷൻ ടെക്നോളജിയും ഈ ഒരു ബഡ്സിനകത്തുണ്ട്. 4 സെക്കൻഡ് ബഡ്സിൻ്റെ മെയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ച് ഹോൾഡ് ചെയ്താൽ നമ്മുടെ ബഡ്സ് ഓൺ ആവും. ശേഷം നമ്മുടെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് പെയർഡ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് കഴിയും. 10 മീറ്ററാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബഡ്സിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോള് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കോള് എൻഡ് ചെയ്യാനും മെയിൻ ബട്ടണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് മ്യൂസിക്കിൻ്റെ കാര്യത്തിലും വരുന്നത്. അതുപോലെ തന്നെ ഈ കോള് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ കോള് റിജക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ലെഫ്റ്റ് ഇയർബഡിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രീവിയസ് സോങ് നോക്കാനും, അതുപോലെ തന്നെ റൈറ്റ് ഇയർബഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് സോങ് പ്ലേ ചെയ്യാനായിട്ടും നമുക്ക് കഴിയും. ടോട്ടലി പറയുകയാണെങ്കിൽ ഈ ഒരു റിയൽമിയുടെ യൂത്ത് വയർലെസ് ബഡ്സ് കിഡിലൻ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബോക്സ് വരുന്നത്. മുകളിലായിട്ട് റിയൽമി, അതുപോലെ തന്നെ യൂത്ത് ബഡ്സ് വയർലെസ് ഇയർബഡ്സ് എന്ന്, താഴെയായിട്ട് ഡയറക്റ്റ് ടു ബീറ്റ് എന്ന് എഴുതിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡിലും റിയൽമിയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. സാധാരണ കാണാറുള്ള ഒരു യെല്ലോ ബ്ലാക്ക് കോംബോയിലാണ് ബോക്സ് വരുന്നത്. ഇതിൻ്റെ പിറകുഭാഗത്താണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുവർ ബാസ് സൗണ്ട്, അതുപോലെ തന്നെ IPX5 വാട്ടർ പ്രൂഫ്, ലൈറ്റ് വെയ്റ്റ്, കംഫർട്ട്, സ്റ്റേ, സെക്യൂർ ഫിറ്റ് തുടങ്ങി ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തും ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്കിനി ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ലഭിക്കുന്നത്. ഒരു USB കേബിൾ, യൂസർ മാനുവൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇയർബഡ്സും. ₹1000, 1000 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില വരുന്നത്. ഏകദേശം ഇന്ന് നല്ലൊരു ഇതുപോലുള്ള ഒരു പ്രൊഡക്റ്റിന് മിനിമം ഇതിൻ്റെ ഇരട്ടി വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വേർത്ത് തന്നെയാണ്. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.